ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പും അതേപോലെ എൻ്റെ ആശാനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രീമിയം വണ്ടികൾ അതേപോലെ ജർമ്മൻ ടെക്നോളജിയിലുള്ള കാറുകളൊക്കെ പുറത്ത് സർവീസ് ചെയ്യാൻ പറ്റിയ വർക്ക്ഷോപ്പ് ഏതാന്ന്. അത് മാത്രമല്ല നിങ്ങൾ കമ്പനിയിലല്ലാണ്ട് പുറത്തൊരു വർക്ക്ഷോപ്പിലാണ് നിങ്ങൾ വണ്ടി പണിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വർക്ക്ഷോപ്പിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ചെയ്യുന്ന കേട്ടോ. ആക്സിഡന്റ് വർക്ക് അതേപോലെ തന്നെ പെയിന്റിങ് അങ്ങനെ കംപ്ലീറ്റ് വർക്കുകൾ അവിടെ ഉണ്ട്. എൻ്റെ ആശാനുണ്ട് ജോമോൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ചേട്ടായിയുടെ ഫാദറും മെക്കാനിക്കാണ് കേട്ടോ. അവിടുത്തെ കൂടുതൽ വർക്കും ചെയ്യുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ്. ഇതിന്റെ ഓണർമാരാണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് വണ്ടി പുറത്തിറങ്ങുന്നത്. കംപ്ലീറ്റ് വർക്ക് എഞ്ചിൻ സെറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജോമോൻ ചേട്ടന്റെ ഫാദറാണ്, ജോസഫ് ഏട്ടനാണ് കൂടുതലായിട്ടും. ചേട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ സ്പെയർ പാർട്സിന്റെ ഓൾ ഇന്ത്യയിൽ സ്പെയർ ഡീൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെയുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പ് കേട്ടോ. എറണാകുളം തൃപ്പൂണിത്തറയ്ക്ക് അടുത്ത് കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക്ഷോപ്പ് ഉള്ളത്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലത്തു നിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട്. അതേപോലെ ചെന്നൈ അതേ സൈഡിൽ നിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ എല്ലാവിധ വണ്ടികളും വർക്ക് ചെയ്യുന്നുണ്ട്. റിക്കവറി ചെയ്തു വന്ന വണ്ടികളാട്ടോ. അതുകൊണ്ടാണ് നമ്പർ മൂടിയിട്ടേക്കുന്നത്. ജാഗ്വാർ XJL ആട്ടോ ഇത്. ജാഗ്വാറിൻ്റെ XJL പിന്നെ BMW. ബോണത്തിൽ അത്യാവശ്യം നല്ലൊരു ഡെന്റ് ആയിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. പക്ഷെ അത് അറിയാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുട്ടി വർക്കോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലാൻഡ് റോവർ ഡിസ്കവറി 4 ആണ് കേട്ടോ. എഞ്ചിൻ ഇറക്കി വെച്ചേക്കാണ്. അതേപോലെ ഇത് വീൽ എന്തെങ്കിലും താഴ്ന്നു കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എയർ സസ്പെൻഷനാണ് വരുന്നത്. 4 വീലിലും എയർ സസ്പെൻഷനാണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണേലും എഞ്ചിൻ സംബന്ധമായിട്ട് എന്ത് കാര്യം ചെയ്യണേലും ബോഡിയും ചേസിസും വേറെ ആക്കണം. രണ്ടും വേർപെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എഞ്ചിനിൽ നമുക്ക് ജസ്റ്റ് ഒരു ടെർബോ മാറ്റണേ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ലാൻഡ് റോവറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ വെരി റെയർ വണ്ടിയാണ്. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു പുതിയ വണ്ടി പൃഥ്വിരാജ് സാറിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ BMW ഒരു 760 Li V12. ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി വർക്കിന് വന്നേക്കുന്നത് കാസർഗോഡ് നിന്നാണ് കേട്ടോ ഗൈസ്. ഈ വണ്ടി വർക്കിന് വന്നേക്കുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഡിസ്കവറി സ്പോർട്ട്. ഇതും ഇതേപോലെ തന്നെ സെയിം ആണ്. ലാൻഡ് റോവറിൻ്റെ ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വർക്ക് ചെയ്യണമെങ്കിൽ എഞ്ചിനും ചേസും വേറെ ആക്കി നിർത്തണം. അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് വയറിങ്ങുകൾ അഴിച്ചുവിടാണ്ട്, എയർ സസ്പെൻഷൻ്റെ കണക്ഷൻ അഴിച്ചുവിടാണ്ട്, ടാങ്കിൻ്റെ കണക്ഷൻ അഴിച്ചുവിടാണ്ട്, ഹാൻഡ് ബ്രേക്ക് അങ്ങനെ ഗിയറിലേക്ക് വരുന്ന കണക്ഷൻ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് കാര്യങ്ങൾ അഴിച്ചുകൊണ്ടാകും. AC ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം. ഇതാണ് ഈ വണ്ടിയുടെ എയർ സസ്പെൻഷൻ. ഇതിൻ്റെ ഉള്ളിലൊരു ബലൂൺ പോലത്തെ ഒരു സാധനം കിടപ്പുണ്ട്. ആ ബലൂണിൽ വീർക്കുന്നതിനനുസരിച്ചാണ് ഇത് ഹൈറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഒരു എയർ കംപ്രസർ വഴിയാണ് കേട്ടോ ഇതിലേക്കുള്ള എയർ വരുന്നത്. അത് പുറകിലത്തെ സൈഡിലായിട്ടുണ്ട് ഒരു ചെറിയ സാധനമാണ്. ഇത് ഇതിൻ്റെ ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങിൻ്റെ, അതായത് ഹൈഡ്രോളിക്കാണ് സ്റ്റിയറിങ്, മോട്ടറൈസ്ഡ് അല്ല. അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് നമ്മുടെ 4 വീലിൻ്റെ 4x4 കണക്ഷനാണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. AC കാര്യങ്ങളൊക്കെ എല്ലാം അഴിച്ചു വിടണം. അതായത് നമുക്ക് ഈ പൊക്കി നിർത്തണമെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഇത്. ഇന്ന് ഞാൻ ഞായറാഴ്ചയാണ് വന്നേക്കുന്നത്. പൊതുവെ എല്ലാ വണ്ടികളും വീക്കെൻഡ്സിന് മുന്നേ തന്നെ നമ്മുടെ ഓണർമാരുടെ അടുത്തേക്ക് തിരിച്ചെത്തിക്കും. സ്പെയറിന് അവൈലബിലിറ്റി കുറവുള്ള വണ്ടി അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് അതേപോലുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ കാണാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ യാർഡിലാണ് കേട്ടോ. ഇത് നമ്മുടെ മിസ്തൂഷി പജറോൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഈ യാർഡിലേക്ക് നമ്മൾ ഉടൻ തന്നെ വീഡിയോ ഇട്ട് പോകുന്നതായിരിക്കും. യാർഡിൽ കുറച്ച് നമ്മുടെ സ്പെയറും കാര്യങ്ങളും കിടപ്പുണ്ട്. അതേപോലെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താണേലും BMW V12ൻ്റെ എഞ്ചിൻ ബേ ഒന്ന് കാണാം കേട്ടോ തുറന്ന്. BMWയുടെ ഏറ്റവും റയർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ V12 എഞ്ചിനുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സാറിൻ്റെ അടുത്ത് മാത്രമാണ് V12 എഞ്ചിനുള്ള ഒരു വണ്ടി ഉള്ളത്. അപ്പോൾ വേറെ നമ്മുടെ കേരളത്തിൽ V12 ഇല്ല. അപ്പോൾ ഇങ്ങനെ വർക്കിന് വന്നേക്കുന്നത് നമ്മുടെ ചേട്ടായി അടുത്താണ്. ഇതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എവിടെ നിന്നിട്ടായി പാർട്സ് എവിടെ നിർത്തിയാണ്? ദുബായിൽ നിന്ന്. ആണോ? സദ്യ മാർക്കറ്റിൽ പോയി എടുക്കുന്നു. ആണോ? ഓക്കെ. നമ്മളന്ന് മസ്താങ്ങിന്റെ ഒക്കെ പാർട്സ് കൊണ്ടുവന്ന് ദുബായിൽ തന്നെ. അതെല്ലാം അത് കമ്പനിയിൽ നിന്ന് എടുത്ത് വരും. എഞ്ചിൻ്റെ പാർട്സ് ദുബായിൽ.
ഇതാണ് എൻ്റെ ആശാൻ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്ന എൻ്റെ ആശാനാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 മുതൽ 2008 വരെയാണ് ഈ വണ്ടി അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. സെഡാനാണ്. ഈ 65 ആണ് ഇതിൻ്റെ മോഡൽ കോഡ് എന്ന് പറയുന്നത്. 66 ലോങ് വീൽ ബേസ് സെഡാൻ ഉണ്ടായിരുന്നു. 67 ഹൈ സെക്യൂരിറ്റി വെഹിക്കിൾ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉള്ള വണ്ടി. അതേപോലെ ഈ 68 എന്ന് പറഞ്ഞാൽ 4 മോഡലിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ലക്ഷറി ക്ലാസ് ആണ് വണ്ടി. 4 ഡോർ സെഡാൻ റെയർ വീൽ ഡ്രൈവ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ 6.0 ലിറ്റർ V12 ഇഞ്ചിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3.0, 3.6, 3.0 ഡീസൽ, 3.9, 4.4 V8 ഒക്കെയാണ് വേറെ വണ്ടികളുള്ളതെന്ന് പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ ത്രോട്ടിൽ ബോഡിയാണ് ഈ വണ്ടിക്കുള്ളത്. 12 സിലിണ്ടർ ഉള്ളതിന് 6 സിലിണ്ടറിന് ഒരെണ്ണം, 6 സിലിണ്ടർ വേറെ ഒന്ന്. ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. ഈ സാധനം കംപ്ലൈൻ്റ് ആയിട്ടാണ് വണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2040 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ ദുബായിൽ നിന്ന് വരുത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഈ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാനുള്ള പൈസയാവും. അതുകൊണ്ടാണ് ഇതിന് ദുബായിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാധനം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ വലിയ ചിലവും വരില്ല. അത്യാവശ്യം ഒറിജിനൽ സാധനം നമുക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. വണ്ടി ഇച്ചിരി പഴയ മോഡലാണെങ്കിലും മാരക സാധനം തന്നെയാണ് കേട്ടോ. ഭയങ്കര വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പവർഫുൾ മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പജേറോ കിടപ്പുണ്ട്. ഇത് അയൺമാൻ്റെ ഷോക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു കിടിലം വണ്ടിയാണ് കേട്ടോ. കംപ്ലീറ്റ് ഓഫ് റോഡ് സ്പെക്ക് സസ്പെൻഷനും കാര്യങ്ങളും ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പജേറോ ക്ലബിൽ ഉള്ളൊരു മെമ്പറുടെ വണ്ടിയും കൂടിയാണ് ഈ വണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്, അവിടെ പ്രീമിയം വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ എല്ലാവിധ വണ്ടികളും വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചേട്ടായിക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ദുബായിലും അതേപോലെ കേരളത്തിലെ BM-ലും ലാൻഡ് റോവറിലും ജാഗ്വാറിലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചേട്ടായിയുടെ ഫാദർ ജോസ്ഫേഡിന് 1975 മുതൽ വൈറ്റ്ലയിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ പ്രീമിയം വണ്ടികളായ സ്റ്റാൻഡേർഡ് 2000, ബെൻസ് കാറ്, ഇതിൻ്റെയൊക്കെ ആയിരുന്നു വർക്ക് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ പണ്ട് നമുക്ക് എഞ്ചിൻ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എഞ്ചിൻ സ്വാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോസ്ഫേട്ടൻ ഒരുപാട് വണ്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജാഗ്വാറിൻ്റെ XJ-ലാണ് കേട്ടോ. V6 എഞ്ചിനാണ് വരിക. V ടൈപ്പാണ് എഞ്ചിനും കാര്യങ്ങളും വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡാണ് നമ്മളിവിടെ താഴെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ വാൽവും കാര്യങ്ങളെല്ലാം കത്തിപ്പോയതാണ്. ഇതേപോലെയാണ് 4 വാൽവ് ഇരിക്കേണ്ടത്. ഇതിലൊരെണ്ണം ഉണ്ടല്ലേ കത്തി പോയതാണ്. അപ്പോൾ അതെല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ റെഡിയാക്കി നിർത്തിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൻ്റെ കീ നമ്മുടെ അടുത്തില്ല. കീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് തുറന്ന് അകത്തൊക്കെ ഒന്ന് കാണിച്ചു തരായിരുന്നു. അപ്പോൾ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ അകത്തിരിപ്പുണ്ട് പെയിൻ്റ് അടിക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ യാർഡിലേക്ക് പോകാം. യാർഡിൽ നമ്മുടെ ചേട്ടായിയുടെ ഒരു കിടിലൻ ഇമ്പോർട്ടഡ് പജേറോ കിടപ്പുണ്ട്, 2 ഡോർ വണ്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ യാർഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രോ ആണ്. ബ്രോ ഒറ്റപ്പാലംകാരനാണ് കേട്ടോ, പാലക്കാടുകാരനാണ്. ഇതാണ് യാർഡ്. നമ്മൾ പറഞ്ഞ യൂസ്ഡ് പാർട്സുകളാട്ടോ ഇരിക്കുന്നത്. എല്ലാവിധ പ്രീമിയം വണ്ടികളുടെ ബമ്പർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ പാർട്സാണ്. ഈ കാണുന്ന പാർട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയിട്ട് വെച്ചേക്കുന്നത്. അതായത് ഇവിടുന്ന് യൂസ്ഡ് പാർട്സ് വേറെ വണ്ടിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ആ പാർട്സ് തിരിച്ച് ഇവിടെ ഊരി വെച്ചേക്കുന്നത് കേട്ടോ. നല്ല സാധനങ്ങളാണ് മുകളിലിരിക്കുന്നത്, മോശമായിട്ടുള്ള സാധനങ്ങളെല്ലാം താഴെ ഇരിപ്പുണ്ട്. നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയത്. കംപ്ലീറ്റ് സ്പെയർ പാർട്സാണ്. ഇതൊക്കെ മാറ്റിയതാണ് കേട്ടോ. നല്ല സാധനങ്ങൾ അകത്താണ് എടുത്ത് വെച്ചേക്കുന്നത്. ഗിയർ ബോക്സ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒക്കെ അവൈലബിൾ ആണ്. കണ്ടോ, ഇതൊക്കെ
ക്രാക്കായി പോയ എഞ്ചിനാണ്. അപ്പോൾ ഇങ്ങനെ യൂസ്ഡ് പാർട്സ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാധനമാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പാർട്സുകളൊക്കെ സെറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ യൂസ്ഡ് പാർട്സ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെനുവിൻ പാർട്സ് കിട്ടും. ഒരിക്കലും ലോക്കൽ സാധനം നമ്മുടെ വണ്ടിയിൽ ഇടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ജെനുവിൻ പാർട്സ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് ചെയ്ത് നല്ല സാധനങ്ങൾ ഇട്ട വണ്ടികൾ മാത്രമേ പുറത്ത് ഇടാറുള്ളൂ. ആശാൻ്റെ ടോയാണ്. വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയാണ്. പജേറോ, മിസ്തുഷി പജേറോ, ഷോഗൺ എന്നൊക്കെ പറയും. 2 ഡോർ പജേറോ. വീക്കെൻഡിലൊക്കെയാണ് എടുത്തിറങ്ങാറുള്ളൂ. സൊനാറ്റ എന്ന് പറയുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു RCയും കാര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്പർ പ്ലേറ്റ് മടക്കി വെച്ചേക്കുന്നത്. നമ്മുടെ ആശാന്റെ വണ്ടിയാണ് കേട്ടോ. പജേറോ, മിസ്തുഷി പജേറോ 2 ഡോർ വണ്ടിയാണ്. ഇമ്പോർട്ടഡ്, ജപ്പാൻ ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ജസ്റ്റ് ഞാനൊന്ന് പുറകിലേക്ക് എടുത്തിട്ട് തരാം നിങ്ങൾക്ക് കാണാനായിട്ട്. വളരെ റയർ വണ്ടിയാണ് കേട്ടോ. ആകെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ആശാന്തയിൽ വന്നിട്ട് കുറച്ച് കാലമായി. ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ്. മൊത്തം റീസ്റ്റോർ ചെയ്ത് ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി കൊണ്ടുവന്നതാണ്. ആശാന്റെ വണ്ടിയുടെ ഓണ് ജസ്റ്റ് ഒന്ന് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ, ഓഫ് റോഡ് പോകാൻ ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ്. ബാക്ക് വീലിൽ വരെ ഡിസ്ലോക്കും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. പ്യൂർ ഇമ്പോർട്ടഡ്, ജപ്പാൻ ഇമ്പോർട്ടഡ് വണ്ടിയാണ്. നമ്മള് വർക്ക്ഷോപ്പിലെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഡ് കാറിന്റെ എന്ത് സ്പെയർ വേണേലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഒറിജിനൽ സ്പെയർ, അതായത് കമ്പനി OE പാർട്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പ്രീമിയം വണ്ടികളുടെ എന്ത് സാധനം വേണേലും കൊറിയർ ഫെസിലിറ്റി ഉണ്ട്. ഹെഡ് ലൈറ്റ്, ടെയിൽ ലൈറ്റ്, അങ്ങനത്തെ ബമ്പർ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വർക്ക്ഷോപ്പിൽ വന്ന് സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അപ്പോൾ എന്താണെങ്കിലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.